4 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ ഇന്നും വ്യാപക നാശം. റെഡ് അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും വെള്ളം കയറി. കാസർഗോഡും കോഴിക്കോടുമായി 3 പേർ മുങ്ങി മരിച്ചു. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴയിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. കുട്ടിലുവിൽ കഴിഞ്ഞ ദിവസം കാണാതായ ഭവാനിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിലായിരുന്നു മൃതദേഹം. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൈതക്കാട് ജവാൻ നഗറിൽ മണ്ണിടിഞ്ഞു. തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നെടുംകണ്ടത്തെ 10 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ചുണ്ണാമ്പ് ഫാക്ടറി പകുതിയോളം മുങ്ങി. ഇതുവരെ ഇങ്ങനെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പിലാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ കയറി. വലിയ നഷ്ടം തന്നെ നമ്മൾ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടം തന്നെ. മഞ്ചേശ്വരം മിയാപദവിൽ മണ്ണിടിച്ചിലുണ്ടായി. കണ്ണൂർ തളിപ്പറമ്പ് നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാക്കത്തോട്, മുക്കോല, അള്ളാംകുളം എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. തളിപ്പറമ്പ് മുയ്യം റോഡിൽ മതിൽ തകർന്ന് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കൂനം സ്വദേശി സുനേഷിനാണ് പരിക്കേറ്റത്. വെള്ളം കയറിയതിനെ തുടർന്ന് ചെറുകുന്ന് LP സ്കൂളിന് അവധി നൽകി. കൊട്ടിയൂർ ദർശനത്തിന്റെ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിന്റെ മൃതദേഹം കണ്ടെത്തി. പുഴയിൽ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനായി തിരച്ചിൽ തുടരുകയാണ്. മഴക്കെടുതിയിൽ കോഴിക്കോട് ജില്ലയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. കല്ലൂട്ടിവയൽ ഷംസീർ, 2.5 വയസ്സുകാരി നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. മലപ്പുറം പൂക്കോട്ടുംപാടത്ത് കിണർ ഇടിഞ്ഞു. പായമ്പാടം തേനാമൂച്ചി കുട്ട്യാലിയുടെ വീടിന്റെ കിണറാണ് ഇടിഞ്ഞത്. ശക്തമായ മഴ തുടരുന്നതിനാൽ മലബാർ മേഖലയിലെ മലയോര പാതകളിൽ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.